11ാമത് സരസ് മേളയ്ക്ക് സമാരംഭം കുറിക്കുന്ന ഈ വേദികയ്ക്ക് സ്വാഗതം അരുളുന്നതിനായി കുടുംബശ്രീ മിഷന്റെ ഏറെ ആദരണീയനായ ശ്രീ എച്ച് ദിനേശൻ IAS അവരെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, ഗ്രാമീണ വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്ന ഉദ്ദേശത്തോടുകൂടി ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ കൂടുതൽ പ്രചരണം നൽകുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ നടത്തുന്ന 11ാമത് സരസ് മേളയാണ് ഇന്നിവിടെ നടക്കുന്നത്. രാജ്യത്തിന്റെ പല ഭാഗത്തുനിന്ന് 22 സംസ്ഥാനങ്ങളിൽ നിന്നായി ഈ സരസ് മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. 10 സരസ് മേള കഴിഞ്ഞിരുന്നുവെങ്കിലും ഈ ചെങ്ങന്നൂർ സരസ് മേളക്ക് ഒരു മാതൃകയാണെന്ന് ഞാൻ ആദ്യമായി പറയുകയാണ്. കാരണം വളരെ വളരെ നല്ല രൂപത്തിലാണ് ബഹുമാനപ്പെട്ട സജി ചെറിയാൻ മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ സംഘാടക സമിതി ഈ സരസ് മേള ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഫിഷറി സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവറുകളാണ്. ഈ കുടുംബശ്രീയുടെ സരസ് മേളയുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. സാറിനെ ഞാൻ ഔപചാരികമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുടുംബശ്രീയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് അവറുകളാണ്. സാറിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറിന് റോസാപ്പൂ നൽകി സ്വീകരിക്കുന്നതിന് വേണ്ടി നീള റോബോട്ടിനെ ക്ഷണിക്കുന്നു. നീള പ്ലീസ്. മുഖ്യ സന്ദേശം നൽകുന്നത് ശ്രീ പ്രസാദ് മിനിസ്റ്ററാണ്. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി മുഖ്യ സന്ദേശം നൽകുന്ന ശ്രീ പ്രസാദ് സാറാണ്. സാറിന് ഈ റോസാപ്പൂ നൽകി സ്വീകരിക്കുന്നതിന് നിലയോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് കേരളത്തിൻ്റെ അഭിമാനമായ ശ്രീ മോഹൻലാലിനെയാണെന്നിരിക്കുന്നത്. സ്വാഗത പ്രസംഗത്തിനിടയിൽ ഒരു കാര്യം പറയാനാണ് ഞാൻ എഴുന്നേറ്റത്. മോഹൻലാലിനെ സ്വീകരിക്കുന്നത് വ്യത്യസ്തമായൊരു സ്വീകരണമാണ്. അതായത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ P രാജേഷ് മന്ത്രിയുടെ നേതൃത്വത്തിൽ മാലിന്യ വിമുക്ത കേരളം എന്ന പദ്ധതി നടപ്പാക്കുക. ആ മാലിന്യ വിമുക്ത കേരള പദ്ധതി ഈ കേരളം മാത്രമല്ല ലോകം അറിയണമെങ്കിൽ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിൽ പ്രവർത്തിക്കുന്ന ക്ലീനിങ് തൊഴിലാളി പൊന്നമ്മ ചേച്ചിയാണ് മോഹൻലാലിനെ സ്വീകരിക്കുന്നത്. പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചി സ്വീകരിച്ച് ഏറ്റുവാങ്ങാൻ മോഹൻലാലിനെ ക്ഷണിക്കുക. പൊന്നമ്മ ചേച്ചിക്ക് നന്ദി അറിയിക്കുകയാണ്. ഈ ചടങ്ങിന് ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട MLA ശ്രീ H സലാം അവറുകളാണ്. ശ്രീ H സലാം അവറുകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട MLA ശ്രീ MS അരുൺകുമാർ ഈ യോഗത്തിലെ ആശംസ സംസാരിക്കുന്നു. ശ്രീ MS അരുൺകുമാർ MLA ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KG രാജേശ്വരി ഈ യോഗത്തിൽ
ആശംസിച്ച് സംസാരിക്കുന്നു. ശ്രീമതി KG രാജേശ്വരിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ അലക്സ് വർഗീസ് IAS ഈ യോഗത്തിൽ ആശംസ അർപ്പിക്കുന്നുണ്ട്. ശ്രീ അലക്സ് വർഗീസിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ശോഭ വർഗീസ് ചെയർപേഴ്സൺ ചെങ്ങന്നൂർ നഗരസഭ ഈ യോഗത്തിന് ആശംസ അർപ്പിക്കുന്നുണ്ട്. മേഡത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ശോഭന ജോർജ് ബഹുമാനപ്പെട്ട XMLA ചെയർപേഴ്സൺ ഔഷധി ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. മേഡവും ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നു. ശ്രീമതി ശോഭന ജോർജ് MLA XMLA ബഹുമാനപ്പെട്ട ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ MH റഷീദ് ചെയർമാൻ KSC MMC ഈ യോഗത്തിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നുണ്ട്. ശ്രീ MH റഷീദിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ KM സലീം പ്രസിഡന്റ് ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി KM ഉഷ പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീമതി ശ്രീകല ചെങ്ങന്നൂർ ULB CDS ചെയർപേഴ്സൺ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ശ്രീമതി ശ്രീകലയെയും ഈ യോഗത്തിൽ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ആന്റണി പെരുമ്പാവൂർ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ഇതൊക്കെ പറയുന്നത് നമ്മുടെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ശ്രീ രഞ്ജിത്താണ്. ശ്രീ രഞ്ജിത്തിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കാനായി ശ്രീ സജി ചെറിയാൻ സാറിനെ ക്ഷണിക്കുന്നു. ചെങ്ങന്നൂരിന്റെ അമരക്കാരൻ കേരളത്തിന്റെ ആദരണീയനായ സാംസ്കാരിക ഫിഷറീസ് യുവജനകാര്യം വകുപ്പ് മന്ത്രിയും 11ാമത് സരസ് മേളയുടെ ചെയർമാനുമായ ശ്രീ സജി ചെറിയാൻ അവർകളെ അധ്യക്ഷ ഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ ഉദ്ഘാടകൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ്, മലയാളത്തിൻ്റെ നടന വിസ്മയം പത്മഭൂഷൺ മോഹൻലാൽ, കേരളത്തിൻ്റെ കാർഷിക വികസന വകുപ്പ് മന്ത്രി ശ്രീ P പ്രസാദ്, H സലാം MLA, MS അരുൺകുമാർ MLA, KG രാജേശ്വരി, ശ്രീ അലക്സ് വർഗീസ് IAS, സ്വാഗതം പറഞ്ഞ H ദിനേശൻ IAS, ശ്രീമതി ശോഭ വർഗീസ്, ശ്രീമതി ശോഭന ജോർജ്, ശ്രീ MH ബഷീർ, ശ്രീ KM സലി, ശ്രീ KM ഉഷ, ശ്രീമതി S ശ്രീകല, ശ്രീ രഞ്ജിത്ത് S, പ്രിയപ്പെട്ട ചെങ്ങന്നൂരിലെ എൻ്റെ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരഭിമാനത്തിൻ്റെ നിമിഷമാണ്. 2018 സരസ് മേള ചെങ്ങന്നൂരിലേക്ക് നമ്മൾ എത്തിച്ചിരുന്നു. ആഗസ്റ്റ് മാസം 13-ാം തീയതി ഇതേ സ്ഥലത്ത്, ഈ സ്ഥലമില്ല, ഇതിനപ്പുറത്ത് ഇന്ന് കാണുന്നതിൻ്റെ ഒരു മിനിയേച്ചറായിരുന്നു. ഇതിനേക്കാൾ വളരെ ചെറിയ തോതിലാണെങ്കിലും നമ്മൾ ഉദ്ഘാടനം നടത്തി. 14-ാം തീയതി ചെറുതായിട്ട് വെള്ളം കയറി വന്നു. 15-ാം തീയതി ആകുമ്പോൾ നിങ്ങളാരും വിശ്വസിക്കില്ല, ഈ പന്തലിൻ്റെ ഏകദേശം മുകൾ ഭാഗം വരെ ഉയരത്തിൽ പ്രളയം സരസ് മേളയിൽ വിഴുങ്ങിയ ഒരു ചരിത്രം ചെങ്ങന്നൂരിലുണ്ട്. ഞാനിവിടെ നിന്ന് ആലോചിക്കുകയായിരുന്നു, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മോഹൻലാലിനെ അന്ന് ഞാൻ ക്ഷണിക്കാൻ ലൂസിഫർ എന്ന സിനിമ ഷൂട്ട് ചെയ്ത വണ്ടിപ്പെരിയാറിൽ പോയി. അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ അന്ന് ഷൂട്ടിംഗ് തിരക്ക് മൂലം അന്ന് അദ്ദേഹത്തിന് എത്താനും കഴിഞ്ഞില്ല. അദ്ദേഹം എത്താൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് അത് എത്താതിരുന്നു നന്നായി. കാരണം പ്രളയം നമ്മുടെ സരസ് മേള വിഴുങ്ങി. അതിനുശേഷം കുറേ വർഷങ്ങൾ നമുക്ക് ഇത് നടത്താനുള്ള കരുത്തില്ലത്. 36 കോടി രൂപയുടെ നഷ്ടമാണ് ഇവിടെ വന്ന ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് എത്തിയവർക്ക് ഉണ്ടായത്. അതെല്ലാം പരിഹരിച്ച് ഒരു മേള നടത്തണമെന്ന് മനസ്സിലാഗ്രഹിച്ച് താലോലിച്ച് കുറേ നാളായി MLA നടക്കുകയും
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വർഷം ബഹുമാനായ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഞാൻ പറഞ്ഞു, ഈ പ്രാവശ്യം വേള തരണം, ഒരു പ്രതികാരം ഇങ്ങനെ മനസ്സിലുണ്ട്. അത് രണ്ട് തരത്തിലാണ്. ഒന്ന്, കേരളം കണ്ട ഏറ്റവും വലിയ ഫെസ്റ്റിവൽ ചെങ്ങന്നൂർ നടത്തണം എന്ന പ്രതികാരം. രണ്ട്, അന്ന് ഞാൻ ക്ഷണിച്ച് വരാൻ സാഹചര്യമില്ലാതെ എത്താതെ പോയ എൻ്റെ സഹോദരൻ മോഹൻലാലിനെ ചെങ്ങന്നൂരിൽ കൊണ്ടുവരണം. ഇത് രണ്ടും ഇന്ന് സാധിച്ചു. MP രാജേഷ് അനുവാദം തന്നു. ഇത് രണ്ടും സാധിച്ചു. അതിൻ്റെ സന്തോഷമാണ് എനിക്ക്. നിശബ്ദരായിട്ടിരിക്കുക. മോഹൻലാലിനോട് സ്നേഹമുള്ള ഒരാളെന്നതിൽ നിശബ്ദരായിരിക്കുക. കുറേ ആളുകൾക്ക് പുറകോട്ട് പോകാം, ഇവിടെ തള്ളണ്ട, കുറേ ആളുകൾ കുറേയൊന്നും കാണാം. ഇന്ന് നമ്മൾ ഈ പരിപാടി ഇവിടെ 18-ാം തീയതി ആരംഭിച്ചു. 18-ാം തീയതി 10,000-കണക്കിന് കുടുംബശ്രീ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ചെങ്ങന്നൂരിലെ ജനസഹസ്രങ്ങൾ എത്തിയാണ് ഘോഷയാത്ര നടത്തി ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ഇന്ന് ഔദ്യോഗികമായ ഉദ്ഘാടനമാണ്. ഈ മേളയുടെ പ്രത്യേകത, കുടുംബശ്രീ സാധാരണഗതിയിൽ ഒരു 200 സ്റ്റോളുകളാണ് തുടങ്ങുന്നതെങ്കിൽ 350 സ്റ്റോളുകൾ വിപണന കേന്ദ്രങ്ങൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. 36 ഫുഡ് സ്റ്റാളുകൾ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തു നിന്നുമുള്ള ഫുഡ് സ്റ്റാളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ 70ഓളം വരുന്ന പുസ്തക പ്രസാധകർ, കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ പുസ്തക പ്രകാശകർ പങ്കെടുക്കുന്ന പുസ്തകമേള ഈ പരിപാടിയുടെ ഭാഗമാണ്. അമ്യൂസ്മെന്റ് പാർക്ക്, ഫ്ലവർ ഷോ, പെറ്റ് ഷോ, റോബോട്ടിക് ഷോ. ഇത് കൂടാതാണ് ഇന്ന് മിനിഞ്ഞാന്ന് മുതൽ ഇവിടെ തുടങ്ങി നടത്തി വരുന്ന കലാപരിപാടികൾ. ഇന്ന് ഈ ചടങ്ങ് കഴിഞ്ഞാൽ കേരളത്തിന്റെ അഭിമാനമായ ലോകപ്രസിദ്ധരായ സ്റ്റീഫൻ ദേവസ്യയുടെ പരിപാടിയോടുകൂടി നമ്മുടെ കലാപരിപാടികൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, വികസനം ചെങ്ങന്നൂരിന് ആവശ്യമായിരുന്നു എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. വളരെയേറെ പിന്നിലായിരുന്നു നമ്മൾ. ഇന്ന് വികസനത്തിൽ ഒരുപക്ഷെ ജനങ്ങളോട് പറഞ്ഞത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ചെങ്ങന്നൂരിന്റെ വികസനത്തെ എത്തിക്കാൻ കഴിയും. ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 100 കോടിയുടെ ആശുപത്രി, 625 കോടിയുടെ കുടിവെള്ള പദ്ധതി അടക്കം എല്ലാ പരിപാടികളും വികസനം നടക്കുമ്പോൾ ഒരു കാര്യം ഇവിടെ അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വികസനത്തോടൊപ്പം ജനങ്ങൾക്ക് ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും ആനന്ദിക്കാനുമുള്ള പരിപാടികളും ചെങ്ങന്നൂരിൽ നടത്തണമെന്നുള്ള തീരുമാനമാണ് ചെങ്ങന്നൂർ പെരുമയും ഈ സരസ് മേളയും. തീർച്ചയായിട്ടും ഈ സരസ് മേള ചെങ്ങന്നൂരിലെ എൻ്റെ ജനങ്ങൾക്ക് നൽകുന്ന പുതുവർഷ സമ്മാനമാണ് എന്ന അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇവിടെ എത്തണം, ഈ പരിപാടികളെല്ലാം കാണണം, നമ്മുടെ കുഞ്ഞുങ്ങളെ കാണിക്കണം. ഈ സ്റ്റാളുകളിലെല്ലാം ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ എത്തുന്ന, കേന്ദ്രഭരണ പ്രദേശത്തെത്തുന്ന എല്ലാവരുടെയും സാന്നിധ്യമുണ്ട്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നേർക്കാഴ്ചയായി, വെറും ചെങ്ങന്നൂരിലെ ഒരു വേളയല്ല, കേരളത്തിലെ ഒരു വേളയല്ല, ഭാരതത്തിന്റെ നേർക്കാഴ്ചയായ വേളയാണ് ഇവിടെ നമ്മൾ സംഘടിപ്പിക്കുന്ന കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരം ഒരു മേള സംഘടിപ്പിക്കാൻ പരിമിതികളുണ്ട് ഒരുപാട്. സാധാരണ ഇത്തരം മേളകൾ നടക്കുന്നത് കോഴിക്കോട്, തിരുവനന്തപുരം, കൊച്ചി നഗരങ്ങളിലാണ്. ചെങ്ങന്നൂർ പോലെ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ഈ പരിപാടി ഏറ്റെടുക്കാൻ വലിയ പ്രയാസമുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ആ വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ 3 മാസമായി എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇവിടെ പ്രവർത്തിച്ചത്. കുടുംബശ്രീയുടെ ജില്ലാ കോർഡിനേറ്റർ രഞ്ജിത്ത് ഉൾപ്പെടെ, കുടുംബശ്രീയുടെ സംസ്ഥാന ഭാരം ഉൾപ്പെടെ, ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ, ഈ ചെങ്ങന്നൂരിലെ സകല രാഷ്ട്രീയ നേതാക്കന്മാരും, ഈ ചെങ്ങന്നൂരിലെ ജനപ്രതിനിധികളെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ മേളകൾ വിജയിക്കുന്നത്. അതുകൊണ്ട് ഈ മേള തീർച്ചയായിട്ടും അടുത്ത 31-ാം തീയതി എത്തുമ്പോൾ ഏറ്റവും വിജയകരമാക്കാൻ നിങ്ങളുടെ എല്ലാം പിന്തുണ ഞാൻ ഈ അവസ്ഥ അഭ്യർത്ഥിക്കുകയാണ്. സ്വാഗതം പറഞ്ഞപ്പോൾ വാർഡ് കൗൺസിൽ അശോക് പടിപ്പുരയുടെ പേര് വിട്ടുപോയിട്ടുണ്ട്. അശോക് പടിപ്പുരയ്ക്കൽ കൂടി ഞാൻ സ്വാഗതം പറയുകയാണ്. ഒരുപാട് സ്വാഗത സംഘത്തിന്റെ കമ്മിറ്റികൾ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്.
ആ കമ്മിറ്റികളിൽ ഓരോരുത്തരും അവരുടെ എല്ലാ കഴിവിൻ്റെ ആത്മാർത്ഥമായി അപ്പുറത്തേക്ക് പ്രവർത്തിച്ചു. അതാണ് ഈ കാണുന്ന ഈ പരിപാടിയുടെ വിജയം. ഇതിൽ സഹകരിച്ച എല്ലാവരോടും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട പത്മഭൂഷൺ മോഹൻലാലിന് അദ്ദേഹത്തിന് നമ്മൾ ഒരു അംഗീകാരം കൊടുക്കുകയാണ്. മലയാള സിനിമയ്ക്ക് മോഹൻലാൽ നൽകിയ സമഗ്ര സംഭാവന മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ചെങ്ങന്നൂർ പെരുമയുടെ പുരസ്കാരം 1,00,000 രൂപയും സമ്മതിപത്രവും അതുപോലെ തന്നെ മൊമെന്റോയും ഈ സമ്മേളനത്തിൽ വെച്ച് അവർ കൊടുക്കുന്നുണ്ട്. മലയാള സിനിമയ്ക്ക് സമഗ്രമായ സംഭാവന നൽകിയ മോഹൻലാലിനെ ഞാൻ ഈ നാടിനു വേണ്ടി പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കേരള സർക്കാർ സാംസ്കാരിക സ്ഥാപനമായ കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാനും സരസ് മേളയുടെ പ്രോഗ്രാം കൾച്ചറൽ കമ്മിറ്റിയുടെ ചെയർമാനുമായ കവി ശ്രീ OS ഉണ്ണികൃഷ്ണൻ അവർ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, 11ാമത് ദേശീയ കുടുംബശ്രീ കലാമേളയ്ക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും മനോഹരവും കാര്യക്ഷമവുമായി ഗ്രാമീണ സംരംഭകരെ സംഘടിപ്പിച്ചുകൊണ്ട് സരസ് മേള നടത്തപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. അങ്ങനെയുള്ള സരസ് മേളകളെ എല്ലാം പിന്നിലാക്കി നാളിതുവരെ ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ മേളയ്ക്കാണ് ചെങ്ങന്നൂരിൽ തുടക്കമാകുന്നത്. 380 വിപണന കേന്ദ്രങ്ങൾ, 32 ഫുഡ് കോർട്ടുകൾ, ദേശീയ പുസ്തകോത്സവത്തിനായി 58 സ്റ്റാളുകൾ, സിനിമയുടെ നാൾവഴികൾ വിവരിക്കുന്ന എക്സിബിഷൻ, അമ്യൂസ്മെൻറ്റ് പാർക്ക്, ഫ്ലവർ ഷോ, പെറ്റ് ഷോ, റോബോട്ടിക് ഷോ, ഇങ്ങനെ ഏതാണ്ട് 1.5 കിലോമീറ്ററിലധികം നടന്നു കണ്ടാസ്വദിക്കുവാൻ 2.5 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിൽ തയ്യാറാക്കിയ പന്തലിലാണ് ചെങ്ങന്നൂർ സരസ് മേള അരങ്ങേറുന്നത്. വയലിയുടെ ബാംബു മ്യൂസിക്കും വാദ്യകലാനിധി കലാമണ്ഡലം ചന്ദ്രൻ പെരിങ്ങോട് പ്രമാണിയായി അരങ്ങേറിയ പഞ്ചവാദ്യവും നമ്മൾ